ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇതേപോലെ പുതിയ പാത്രങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ ഇതേപോലെ ഒരുപാട് സ്റ്റിക്കറുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ സ്റ്റിക്കറുകളൊക്കെ ഇളക്കി കളയാന്ന് പറയുന്നത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട് ചിലർക്കെങ്കിലും കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഇതേപോലെ കൈ വെച്ച് ചുരണ്ടിക്കളയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകണ സ്ക്രബ്ബർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് അത് വൃത്തികേടായിട്ട് അവിടെ നിൽക്കുക എന്നല്ലാതെ മുഴുവനായിട്ടും ഫിനിഷിങ്ങിൽ പോന്ന് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പെട്ടെന്ന് 1 മിനിറ്റിൽ തന്നെ എങ്ങനെ ഇളക്കി കളയാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ട്രിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ചിലപ്പോൾ പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും അറിയാത്തവർ നമ്മളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഫ്ലെയിം ഏറ്റവും ലോവിലാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ പാത്രം പിടിക്കണ ഇതേപോലത്തെ എന്താ പറയുക ഒരു പിടി ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമ്മൾ പാത്രം ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ പിടിപ്പിച്ച് കൊടുക്കാം. ഇനി വലിയ പ്ലേറ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി വെച്ച് കൊടുക്കാം. അങ്ങനെ ചൂടാവുന്നില്ല. ഇനി നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് വെച്ചിങ്ങാണ്ട് ഒരു 1/2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ചൂട് തട്ടും. ചൂട് തട്ടിക്കഴിഞ്ഞത് അതേപോലെ സ്റ്റിക്കർ പെട്ടെന്ന് ഇളകി വരും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ നിന്ന് ചൂടാക്കി കൊടുത്താൽ മതി, സ്റ്റിക്കർ പെട്ടെന്ന് ഇളകി കിട്ടും. ഇനി അതേപോലെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ വലിയ പ്ലേറ്റാണ്, ഒന്നും കൂടി കുറച്ച് വലിയ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണ അതേപോലത്തെ പ്ലേറ്റാണ്. ഇതും ഇതേപോലെ ഡയറക്റ്റ് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ തീയിടാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. പാത്രത്തിൻ്റെ അടിഭാഗം ഇതേപോലെ ചൂടായി വരും. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ആ സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് ഇളകി കിട്ടും കേട്ടോ. കൈ വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കൈ എടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കത്തി ഉണ്ടല്ലോ, കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് ഇളക്കി കളയാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ട്രിക്കാണ്. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാത്രം നല്ല വൃത്തിയായിട്ടുണ്ടാവും കേട്ടോ. ഇനി അതിൻ്റെ ആ കറ ഉണ്ടാവുമല്ലോ, പശ, അത് നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് പോകും കേട്ടോ. പെട്ടെന്ന് പോയി കിട്ടും. അത് ആ ചൂടിൽ തന്നെ കഴുകി കളഞ്ഞാൽ പെട്ടെന്ന് പോയി കിട്ടും. ഇനി കടയിൽ നിന്നൊക്കെ പാത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതേപോലെ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐഡിയയാണ്, ഒരു ട്രിക്കാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അറിഞ്ഞവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിക്കറൊക്കെ കളഞ്ഞ് വൃത്തിയേടാക്കി വെക്കണേക്കാട്ടിലും നല്ലതാണ്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് കേട്ടോ.